അരൺമനെ 4. ഈ പടത്തിന് എങ്ങനെ 100 കോടി രൂപ കളക്ഷൻ കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അരൺമനെ 1, 2, 3 എല്ലാത്തിനും ഈ 2 സ്പൂൺ എടുക്കാം, മിക്സിയിലിട്ട് അടിക്കുക, അരൺമനെ 4 റെഡിയായി. എല്ലാ അരൺമനയിലുള്ള പോലെ തന്നെ ഒരു ഐറ്റം ഡാൻസ്, ഒരു ഡെവോഷണൽ ഡാൻസ്, അവസാനം രക്ഷകനായി വരുന്ന സുന്ദർ സി. എനിക്ക് തോന്നുന്നു വിജയും ടോം ക്രൂസും ഒന്നല്ല രക്ഷകൻ, ശരിക്കുള്ള രക്ഷകൻ സുന്ദർ സി ആണ്. സോ ഇതിൽ ആളുടെ അനിയത്തി മരിക്കുന്നുണ്ട്. അപ്പൊ അനിയത്തിയെ കാണാൻ പോകണം, അമ്മയും മകൻ പോയിട്ട്. അവിടെ പോയിട്ട് പറയും ഇവൾ എത്ര വലിയ വീടാണ് വെച്ചിരിക്കുന്നത്, അവിടെ വെച്ചിട്ട് അൺസഹിക്കലായിട്ടുള്ള ചളി, പിന്നെ പറയുന്ന ആൾക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇതൊക്കെയാണ് അനിയത്തി മരിച്ചു കിടക്കുമ്പോൾ കാണിക്കുന്നത്. സോ സിനിമയിൽ ലോജിക്ക് ഇല്ല എന്നറിയാം, എന്നാലും എന്തോ നടയത്. സോ നമ്മുടെ റാഷി ഖന്നയൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് പാടത്ത് കോലം വെക്കില്ല, കണ്ണ് തട്ടാതിരിക്കുക, അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. തമന്നയ്ക്ക് അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള റോളൊക്കെ ഉണ്ട്. സോ വിജയ് സേതുപതിയുടെ 50ാമത്തെ പടം ശരിക്കും ഇതാവേണ്ടതാണ്. എന്തോ ഭാഗ്യത്തിന് ആള് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. 10 കൊല്ലത്തിന് ശേഷം നമ്മുടെ സുന്ദർ സി അരമനെ ഇറക്കും. അതിലും ഇതേപോലെ ഐറ്റം ഡാൻസ്, ഡെവോഷണൽ ഡാൻസ്, രക്ഷകനായി വരുന്ന സുന്ദർ സി. ഇത് തന്നെയാണ് സാധനം. സോ നമ്മുടെ ഖുശ്ബു പറയുണ്ടായിരുന്നു അനിമൽ സിനിമ കാണരുതെന്ന് മകള് പറഞ്ഞു. കാരണം ഭയങ്കര ടോക്സിക് ആണ് പടം. ആ പടത്തിൽ എന്തെങ്കിലും പുതുമയൊക്കെ ഉണ്ട്, ഇതിൽ എന്താ ഉള്ളത്?